ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് സമയം വേണ്ടെന്ന് ഞാൻ പറയില്ല, കുറച്ച് സമയം വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ആവിയിലിരുന്ന് വേവുന്ന അത്രയും സമയം വേണം. പക്ഷേ നമ്മളിത് റെഡിയാക്കാൻ വെച്ചിട്ട് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. 15 മിനിറ്റ് ഞാൻ സമയം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയും. ബാക്കി നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആകെ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമുള്ള 4 ഉരുളക്കിഴങ്ങും മീഡിയം വലിപ്പത്തിലുള്ള 2 സവോളയും. സവോളയ്ക്ക് ഒരു ഉള്ളി ചേർക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റും എളുപ്പവും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ സവോള തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. തീരെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായി മൊരിഞ്ഞ് വരുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില. കറിവേപ്പിലയിലേക്ക് ചതച്ച് വെച്ച മുളക് ചേർക്കുക കേട്ടോ. മുളക് പൊടി ചേർക്കരുത്, ചതച്ച മുളക് തന്നെ ചേർക്കുക. നമ്മുടെ എരിവ് അനുസരിച്ച് ചതച്ച മുളക് ചേർക്കുക. ഞാനിപ്പോൾ 1.25 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഈ മുളക് ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിൽ ഒന്നും ചേർത്തിട്ട് ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് പോയാൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല. ഉരുളക്കിഴങ്ങ് ഒരു 3/4 ഭാഗം കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. എണ്ണയൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സായി ആ മുളകും എണ്ണയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് പിടിച്ചു വരണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കി വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ് ഉരുളക്കിഴങ്ങ് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് കുക്കായി നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ആ എണ്ണ കൂടുതൽ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ മാറി വരുന്നത്. ഈ ഒരു കളറായി വരും കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. അതായത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് കട്ടായി വരുന്നുണ്ട്. ഇത്രയും കുക്ക് ചെയ്തെടുക്കുക. ഇനിയും മൊരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പക്ഷെ കുഴഞ്ഞു പോട്ടോ. ഒരു പരിധിയിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ ഇത്രയും മൊരിച്ചെടുത്താൽ മതി. ഇത് ചോറിൻ്റെ കൂടെ തൈര് ചേർത്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോയില്ലല്ലോ. ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.